അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആണ്. എന്താണ് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ അർത്ഥം? ഇറ്റ്സ് റിലേറ്റഡ് ടു അവർ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്താണ്? ഇപ്പം നമ്മുടെ ബോഡിയിൽ ഒരു ഫോറിൻ ബോഡി, ഞാൻ ഈ വരച്ചേക്കുന്നതാണ് ഈ ഫോറിൻ ബോഡി, അതെന്തും ആയിക്കോട്ടെ, വൈറസ് ആവാം, ആൻറ്റിജൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആവാം, അത് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സെൽസ് ഉണ്ടല്ലോടാ, നമുക്ക് ഇമ്മ്യൂണിറ്റി സെൽസാണ് ബി സെൽസ് എന്ന് പറയും, ടി സെൽസ് എന്ന് പറയും. നിങ്ങൾക്ക് അറിയാമല്ലോ ബി സെൽസ്, ടി സെൽസ്. ഓക്കെ, അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ സെൽസാണിത്. ഈ സെൽസ് ആക്ടിവേറ്റഡ് ആയിട്ട് ഈ വരുന്ന ഹാം ചെയ്യാൻ വരുന്ന ആൻറ്റിജനെ അല്ലെങ്കിൽ ആ ഫോറിൻ ബോഡീനെ, അതെന്തുമായിക്കോട്ടെ, ബാക്ടീരിയ ആവാം, അലർജി കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആവാം, ഡസ്റ്റ് ആവാം, അപ്പോൾ അതിനെതിരെയായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ ഫോറിൻ ബോഡീനെ അങ്ങ് ഇല്ലാതാക്കാൻ നോക്കും. ഓക്കെ, അതാണ് നോർമലി സംഭവിക്കുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്, നമ്മുടെ ബോഡിയുടെ ഒരു പ്രൊട്ടക്ടറാണ്. ഓക്കെ, സോ ഇമ്മ്യൂൺ സിസ്റ്റം നല്ലതാണ്. പക്ഷേ ചില ആൾക്കാരിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം എന്താവുമെന്നറിയോടാ, ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ ആക്റ്റീവ് ആവും. എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഒരു ലെറ്റസ് സേ ഒരു അലർജി കോസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുവാണെങ്കിൽ ചില ആൾക്കാരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ വല്ലാതെ ഹൈപ്പർ ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പം ഈ അലർജിക് സബ്സ്റ്റൻസിനെതിരെ ഓവർ റിയാക്ട് ചെയ്യും. ഒരു നോർമൽ രീതിയിൽ റിയാക്ട് ചെയ്താൽ കുഴപ്പമില്ല, നമുക്ക് അലർജി വരത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ചില ആൾക്കാരിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ ആക്റ്റീവാണ്, ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു അലർജിക് സബ്സ്റ്റൻസിനെ അത് കൊല്ലാൻ നോക്കുകയാണ്, അത് ഇല്ലാതാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ഓവറായിട്ട് റിയാക്ട് ചെയ്യുമ്പം നമ്മുടെ ബോഡിയിൽ ചില അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ബോഡിയിൽ ഈ ഒരു ഓവർ റിയാക്ടിവിറ്റി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം കാരണം അഡ്വേഴ്സ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ഓക്കെ, ഈ സൈഡ് എഫക്ട്സിനെയാണ് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുക. മനസ്സിലായോ? ഓക്കെ, നൗ ഗൈസ്, ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, റിയാക്ഷൻ എപ്പം നടക്കുന്നു എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അലർജൻ ഒരാളുടെ ബോഡി കയറി, ഓക്കെ, ഇതൊരു അലർജൻ സബ്സ്റ്റൻസ് ആണ്, ഒരു ഡസ്റ്റാണ്, ഒരാളുടെ ബോഡി കയറി, അതിനുള്ള റിയാക്ഷൻ, അപ്പം അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി എത്ര സമയം എടുക്കും റിയാക്ട് ചെയ്യാൻ ഈ അലർജിക്കെതിരെ, അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിനെ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇമ്മീഡിയറ്റ് റിയാക്ഷൻസും മറ്റേത് ഡിലേഡ് റിയാക്ഷൻസും. സോ ഇപ്പോൾ ഒരു റിയാക്ഷൻസ്, ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി വിത്തിൻ സെക്കൻഡ്സ് ആണ് നടക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരാളുടെ ദേഹത്ത് ഒരു അലർജി കയറി, വിത്തിൻ സെക്കൻഡ്സ് അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആ അലർജിക്കെതിരെ ഓവർ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇമ്മീഡിയറ്റ് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. സിമ്പിൾ അല്ലേ? ഓക്കെ, ആൻഡ് ഡിലേഡ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ സ്ലോ ഇൻ ഓൺസെറ്റ് ആണ്. ഇപ്പോൾ ഒരു അലർജി അല്ലെങ്കിൽ ഒരു ഡസ്റ്റോ വട്ടെവർ ഒരാളുടെ മനുഷ്യൻ്റെ ബോഡിയിൽ കയറുവാണെങ്കിൽ അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉടനെ പ്രതികരിക്കത്തില്ല. ഓക്കെ, വിതിൻ 24 to 48 hours എന്ന് വെച്ചാൽ 1-2 ദിവസം എടുത്തിട്ടാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഈ അലർജീനെ മാറ്റിക്കളയാൻ നോക്കുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയുക. ഓക്കെ, നൗ ഗൈസ് ലുക്ക് ഹിയർ, ഈ ഇമ്മീഡിയറ്റ് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇല്ലേ, ഇമ്മീഡിയറ്റ് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അവിടെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. അതിൻ്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞുതരാം. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. വേറാസ് ഡിലേഡ് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇല്ലേ, അവിടെ നമുക്ക് സെല്ലുലർ ഇമ്മ്യൂണിറ്റിയാണുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ നമുക്ക് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയാണുള്ളത്, ഡിലേഡ് ടൈപ്പിനകത്ത് നമുക്ക് സെല്ലുലർ ഇമ്മ്യൂണിറ്റിയാണുള്ളത്. ഇനി എൻ്റെ അർത്ഥം, ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നമുക്ക് മെയിനായിട്ട് 2 തരത്തിലുള്ള സെൽസ് ആണുള്ളത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്ത് നമുക്ക് ബി സെൽസ് ഉണ്ട്, ഓക്കെ, നമുക്ക് ടി സെൽസ് ഉണ്ട്. ഈ 2 ആൾക്കാരാണ് മോസ്റ്റ്ലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്, ബി സെൽസും ടി സെൽസും. ബേസിക്കലി ബി സെൽസും ടി സെൽസും ലിംഫോസൈറ്റ്സ് ആണ്. എന്നുവെച്ചാൽ നമ്മുടെ WBCൻ്റെ ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ് ബി സെൽസും ടി സെൽസും. നൗ ഈ ബി സെൽസ്, ഫസ്റ്റ് ഞാൻ ബി സെൽസിനെ പറ്റി പറയാം. ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ, ഇത് മനസ്സിലായാലേ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ ബി സെൽസിനെ പറ്റി പഠിക്കാം. ഈ ബി സെൽസ് ഞാൻ ഒന്നും കൂടെ പറയട്ടെ, അത് WBC ആണ്. WBCനകത്ത് നമുക്ക് ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷനാണ് നമ്മുടെ ബി സെൽസ്. ഓക്കെ,
ഈ ബി സെൽസ് ഉണ്ടല്ലോടാ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ് സേ ഒരു ഫോറിൻ ബോഡി ഓക്കെ ഒരാളുടെ ബോഡിയിലേക്ക് കയറുന്നു. ഇതാണ് ഫോറിൻ ബോഡി, ഇതാണ് നമ്മുടെ ഫോറിൻ ബോഡി. സോ ഈ ഫോറിൻ ബോഡി കയറിയതിന് ശേഷം ഒബ്വിയസ്ലി ഇതൊരു ഫോറിൻ ബോഡി എന്ന് പറഞ്ഞാൽ ഇതൊരു ആൻറ്റിജൻ ആണ്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ആൻറ്റിജൻ ആണ്. ആൻറ്റിജനെ നമ്മൾ AG എന്നാണ് എഴുതുക ഷോർട്ട് ഫോമിൽ. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ ഈ ബോഡി എന്ത് ചെയ്യുമെന്ന് അറിയണം, നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എന്തൊക്കെ സെൽസ് ഉണ്ട്? മെയിൻലി നമുക്ക് ബി സെൽസ് ഉണ്ട്, ടി സെൽസ് ഉണ്ട്. ഈ ബി സെൽസ് എന്താ ചെയ്യുന്നതെന്നറിയോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ബി സെൽസ് ആൻറ്റിബോഡീസിനെ ഉണ്ടാക്കും. ഓക്കെ, ഒറ്റയടിക്ക് ഉണ്ടാക്കുകയല്ല, കുറച്ച് പ്രോസസ്സുണ്ട്. ഓക്കെ, അപ്പോൾ ബി സെൽസ് എന്ത് ചെയ്യും? ആൻറ്റിബോഡീസിനെ ഉണ്ടാക്കും. ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ ഫൈറ്റേഴ്സാണ്. എന്ന് വെച്ചാൽ ഏത് ആൻറ്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നോ അതിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് ആൻറ്റിബോഡീസ്. അപ്പോൾ ഈ ബി സെൽസ് ഉണ്ടല്ലോ, ബി സെൽസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യടാ? ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻറ്റിബോഡീസ് ചെന്ന് ആൻറ്റിജനായിട്ട് അല്ലെങ്കിൽ ഫോറിൻ ബോഡി ആയിട്ട് ഫൈറ്റ് ചെയ്ത് ഫോറിൻ ബോഡീനെ ഇല്ലാതാക്കും. അപ്പോൾ ഇങ്ങനത്തെ ഈ ബി സെൽസ് നടത്തുന്ന ഇമ്മ്യൂൺ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെരി ഗുഡ്. ഇതിനെയാണ് നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. എന്താ മോനെ? ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ബി സെൽസ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു. ഈ ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് കയറിയാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നു. ബി സെൽസ് എന്ത് ചെയ്യുന്നു? അവർ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു. ഈ ആൻറ്റിബോഡീസ് ആൻറ്റിജനെ ചെന്ന് കൊന്നുകളയുന്നു. ഓക്കെ, റിയാക്ഷൻ നടത്തുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. ഇത് നോർമലാണ്. ഓക്കെ, ഇനി ടി സെൽസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു ടി സെല്ലിനെ വരയ്ക്കട്ടെ. ഇതേപോലെ ഒരു ഫോറിൻ ബോഡി, ഈ സെയിം ഫോറിൻ ബോഡി നമ്മുടെ ബോഡിയിൽ കയറിയെന്ന് വെച്ചോളൂ. ഇപ്പോൾ ബി സെൽസ് ആണെങ്കിൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു. ടി സെൽസ് എന്ത് ചെയ്യുന്ന അറിയോടാ? ഈ ടി സെൽസ് എന്ന് പറഞ്ഞാൽ അവർ ഹീറോസാണ്. മീനിങ് ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് കയറിയാൽ ഈ ടി സെൽസ് ഡയറക്റ്റായിട്ട് ചെന്ന് ഈ ആൻറ്റിജനെയും കൊന്നുകളയും. ഓക്കെ, ഈ ടി സെൽസ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കാനൊന്നും നിൽക്കത്തില്ല. ടി സെൽസ് ഡയറക്റ്റായിട്ട് ചെന്ന് എന്ത് ചെയ്യും? ആൻറ്റിജനെ കൊന്നുകളയും. അപ്പോൾ നമുക്ക് ആക്ച്വലി ടി സെൽസിൻ്റെ മെനി വെറൈറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ് ടി സെൽസിൻ്റെ വെറൈറ്റീസ്? നമുക്ക് ഹെൽപ്പർ ടി സെൽസ് എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട്. നമുക്ക് സൈറ്റോടോക്സിക് ടി സെൽസ് ഉണ്ട്. ഈ സെൽസിനൊക്കെ അതിൻ്റേതായ സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി ദാറ്റ് ടി സെൽസ് ഇവർ ഡയറക്റ്റായിട്ട് ചെന്ന് നമ്മുടെ ആൻറ്റിജനെ കൊന്നുകളയും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ടി സെൽസ് നമുക്ക് തരുന്ന ഇമ്മ്യൂണിറ്റി നോർമൽ കാര്യമാണ് ഞാൻ പറയുന്നത്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ല. ടി സെൽസ് നമുക്ക് തരുന്ന ഇമ്മ്യൂണിറ്റിനെയാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ടി സെൽസ് ഡയറക്റ്റായിട്ട് നമ്മുടെ ആൻറ്റിജനെ ചെന്ന് കൊന്നുകളയും. ഏതെങ്കിലും ഒരു ഫോറിൻ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്താൽ ഡയറക്റ്റായിട്ടും കൊന്നുകളയും. ഓക്കെ, വേറസ് ബി സെൽസ് ആണെങ്കിലോ, ബി സെൽസ് ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൻറ്റിബോഡീസാണ് ചെന്ന് ഈ ഫോറിൻ ബോഡീസിനെ കൊന്നുകളയാം. അപ്പം ബി സെൽസ് ഉണ്ടാക്കുന്ന ഇമ്മ്യൂണിറ്റിനെ പറയുന്ന പേരാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് ഇല്ലേ നമ്മുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ? നമുക്ക് ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് ഉണ്ട്, ഡിലേഡ് റിയാക്ഷൻസ് ഉണ്ട്. ഈ ഇമ്മീഡിയറ്റ് റിയാക്ഷൻസിനകത്ത് നമുക്ക് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയാണ് അവിടെ വർക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താടാ? ബി സെൽസ് ആണ് ഇവിടെ മോസ്റ്റ്ലി നമ്മൾ കാണുക ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ. വേറാസ് ഡിലേഡ് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടല്ലോ, ഡിലേഡ്, അവിടെ നമുക്ക് സെല്ലുലർ ഇമ്മ്യൂണിറ്റിയാണ് കാണുക. സെല്ലുലർ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താടാ? വെരി ഗുഡ്. അവിടെ ടി സെൽസ് ആണ് മോസ്റ്റ്ലി വർക്ക് ചെയ്യുക ഇൻ ഡിലേഡ് റിയാക്ഷൻസ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. നമുക്കിനിയും വേറെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിൽ. അതിനെയാണ് നമ്മൾ കൂം ആൻഡ് ജെൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. സോ എപ്പോഴാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റീനെ 2 തരത്തിൽ ഡിവൈഡ് ചെയ്തു, ഡിലേഡ് ആൻഡ് ഇമ്മീഡിയറ്റ്. ഇമ്മീഡിയറ്റ് റിയാക്ഷനും ഡിലേഡ് റിയാക്ഷനും എന്ന് പറഞ്ഞാൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എത്ര പെട്ടെന്ന് ഒരു ബോഡിയിൽ കാണിക്കുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആൻഡ് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് വിളിച്ചത്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ, ദാറ്റ്സ് കോൾഡ് ആസ് കൂം ആൻഡ് ജെൽ ക്ലാസിഫിക്കേഷൻ. ഇവിടെ നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടല്ലോ 4 തരമായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ടൈപ്പ് 1, ഓക്കെ, ടൈപ്പ് 2, ടൈപ്പ് 3,
ടൈപ്പ് 4. മിസ് പറഞ്ഞുതരാം ഇതെന്താണ്. ഇപ്പോൾ ഇത്ര ഓർത്തിരിക്കുക, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് കൂംബ് ആൻഡ് ജെൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന 4 ടൈപ്സ് ആയിട്ടാണ്. ഓക്കെ, അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ടൈപ്പ് 1, 2 and 3 ഈ 3 ടൈപ്പ് 1, 2 and 3 ദാറ്റ് ഈസ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയാണ് ഇവിടെ പ്രശ്നമാക്കുക. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മോനെ? നമ്മുടെ ബി സെൽസ്. ഓക്കെ, ബി സെൽസ് ഇൻവോൾവ് ആയിട്ടുള്ള ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ടൈപ്പ് 1, 2, 3 കാണുക. ഓക്കെ, ആൻഡ് ടൈപ്പ് 4 നമുക്ക് സെല്ലുലർ ഇമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, സെല്ലുലർ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മുടെ ടി സെൽസില്ലേ, ഈ ടി സെൽസ്, ഈ സെല്ലുലർ ഇമ്മ്യൂണിറ്റിയാണ് ഹൈപ്പർ സെൻസിറ്റീവ് ആവുന്നത് ഇവിടെ ഇൻ ടൈപ്പ് 4. ഓക്കെ എടാ, ഇനിയും ടൈപ്പ് 1, 2, 3, 4 ഡീറ്റെയിൽ ആയിട്ട് മിസ് നാളെ എടുക്കാം. നൗ ഐ വിൽ സീ യു നെക്സ്റ്റ് ക്ലാസ്. ഐ എം സോ സ്ലീപ്പി. ഇറ്റ്സ് 1 o'clock. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.